ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. ഇതിൽ മക്കളൊക്കെ കമൻസ് ചെയ്യുന്നുണ്ട് നാരായണീയത്തിൽ. ഞാൻ ആ മക്കളുടെ പേരുകളെല്ലാം തന്നെയാണ് ഭാഗവത വായിക്കുന്നതിനകത്ത് കമൻസിന് അഭിപ്രായങ്ങളൊക്കെ പേരുകളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് എല്ലാ പേരും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലും കൂടെ പറയുന്നില്ല വേണ്ടാന്ന് വെച്ചിട്ടാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാ നന്മകളും എല്ലാ കമൻസ് ചെയ്യുന്ന മക്കൾക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം കൃഷ്ണ അവതാര കാരണമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 7ാമത്തെ ദശകം 37 വായിക്കുന്നത്. 7ാമത്തെ ദശകത്തിൽ ദേവകിയെയും വസുദേവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് കംസൻ തന്നെ തേര് തെളിച്ച് അവരെ യാത്രയാക്കി കൊണ്ടുപോകാൻ തേരിൽ കയറിയിരുന്നപ്പോഴാണ് അശരീരി വാക്യം കേട്ടത്. ദുഷ്ടനായ കംസൻ്റെ അതായത് ദുഷ്ടനായ കംസ ദേവകിയുടെ 8ാമത്തെ പുത്രന്, അതായത് ദേവകി പ്രസവിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്നെ ഹനിക്കും. അത് ദുഷ്ടനായ കംസനെയാണ് പറയുന്നത്. അപ്പോൾ ദുഷ്ടനായ നിന്നെ ദേവകിയുടെ 8ാമത്തെ പുത്രൻ ഹനിക്കും എന്ന് അശരീരവാക്യം കേട്ടതാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ തന്നെ കംസൻ അടുത്തിരുന്ന സഹോദരിയെ കൊല്ലാനായി വാളെടുത്തു. നമുക്ക് ഇനി 8ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 8. ഗൃഹ്ണാനഞ്ചികുരേഷു താം ഖലമതി ശൗരേച്ഛിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനർ ആത്മജാർപ്പണഗിരാ പ്രീതോധയാതോ ഗൃഹാൻ. ആദ്യം തുൽസഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹൻ അസൗ ദുഷ്ടാനാമപി ദേവാ പുഷ്ടകരുണാ ദൃഷ്ടാഹിധിർ ഏകദാ. ഗൃഹ്ണാനഞ്ചികുരേഷു താങ്കലമതി ശൗരേച്ഛിരം സാന്ത്വനേർ നോ മുഞ്ചൻ പുനർ ആത്മജാർപ്പണഗിരാ പ്രീതോധയാതോ ഗൃഹാൻ. ആദ്യം തുൽസഹജം തഥാർപ്പിതമപി സ്നേഹേന നാഹൻ അസൗ ദുഷ്ടാനാം അപി ദേവാ പുഷ്ടകരുണാ ദൃഷ്ടാഹിധിരേകദാ. അങ്ങനെ ദുഷ്ടനായ കംസൻ കൊല്ലാനായി വാളെടുത്തിട്ട് സഹോദരിയായ ദേവകിയെ തലമുടിക്ക് പിടിച്ച് കൊല്ലാൻ ഭാവിച്ചപ്പോൾ ശൂരജനായ വസുദേവർ കുറേ നേരം ആ കംസനോട് കുറേയേറെ സാന്ത്വനവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിച്ചിട്ടും അവളെ വിട്ടില്ല. അങ്ങനെ ദേവകിയെ വിടാതിരുന്നപ്പോൾ പിന്നെ വസുദേവർ അവർ പ്രസവിക്കുന്ന ശിശുക്കളെ അതാത് സമയം തന്നെ കംസനെ ഏൽപ്പിക്കാമെന്ന് ഒരു വാഗ്ദാനം ചെയ്തു. അല്ലാതെ ദേവകിയുടെ തലമുടിയിൽ നിന്ന് വിടണ്ടേ? അയാൾ എന്തെല്ലാം സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടൊന്നും അയാൾ കേൾക്കത്തില്ല. അങ്ങനെ എന്ത് ചെയ്യും എന്ന് കരുതി വസുദേവർ ഇങ്ങനെ പറഞ്ഞു: പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അതാത് സമയത്ത് തന്നെ കംസനെ ഏൽപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ പ്രീതനായ കംസൻ, അത് കേട്ടപ്പോൾ അയാൾക്ക് സമാധാനമായി, അല്ലെങ്കിൽ അയാൾക്ക് വെപ്രാളം. അതിൽ പ്രീതനായ കംസൻ അവളെ വിട്ടു. അവർ ഉടനെ തന്നെ സ്വഗൃഹത്തിലേക്ക് മടങ്ങി. ദേവകി ആദ്യം പ്രസവിച്ചപ്പോൾ തന്നെ വാഗ്ദാനമനുസരിച്ച് വസുദേവർ ആ കുട്ടിയെടുത്ത് കംസഗൃഹത്തിലെത്തി കുഞ്ഞിനെ കൊടുത്തു. എന്നാൽ ആ കുട്ടിയോട് മൂത്ത സഹോദരനോട് സ്നേഹം തോന്നിയ കംസൻ, അതായത് 8ാമത്തെ പുത്രന് ആണല്ലോ വധിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് മൂത്ത കുഞ്ഞാവുമല്ലോ, ആദ്യത്തെ കുട്ടി. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകത്തില്ല എന്ന് കരുതിക്കൊണ്ട് മൂത്ത സഹോദരനാവുമല്ലോ, ഈ സഹോദരനോട് സ്നേഹം തോന്നി ഈ കുഞ്ഞിനോട്, ഈ മൂത്ത കുട്ടി. അപ്പോൾ ഇത് 1ഉം 2ഉം പ്രസവിച്ച് 8ാമത്തെ കുട്ടിയെ കൊണ്ടാണ് കംസന് വധിക്കുന്നത്. അപ്പോൾ അത് ഈ കുട്ടി മൂത്ത കുട്ടിയാവും. അതുകൊണ്ട് മൂത്ത സഹോദരനോട് സ്നേഹം തോന്നി. അപ്പോൾ കംസൻ വിചാരിച്ചു, ഈ കുട്ടി കൊണ്ട് എനിക്ക് ശല്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഈ ആദ്യ സന്താനത്തെ കണ്ട് സ്നേഹത്താൽ ആ ശിശുവിനെ കൊന്നില്ല, അതിനെ തിരികെ കൊടുത്തു. ഭഗവാനെ, ദുഷ്ടന്മാരുടെ മനസ്സും ചിലപ്പോൾ കരുണാർദ്രമാകുമല്ലോ എന്നൂടെ ഭട്ടതിരിപ്പാട് തന്നെ ചിന്തിക്കുന്നു. കാരണം ഇത്രയും ശല്യം ചെയ്യുന്ന, പെട്ടെന്ന് തന്നെ ആർത്തി വിളിച്ച് കൊല്ലാൻ ഒരുങ്ങിയവൻ്റെ മനസ്സ് ചില സമയത്തൊക്കെ ഒന്ന് കരുണാർദ്രമാകുമല്ലോ എന്നങ്ങനെ തിരിച്ചു കൊടുത്തല്ലോ. പക്ഷേ പിന്നെ എന്ത് വന്നു? നാരദ മഹാമുനി ഇടയ്ക്ക് എപ്പോഴോ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ അയാൾക്ക് വീണ്ടും ദേഷ്യം വന്നു. ആ കുഞ്ഞിനെ വീണ്ടും കൊണ്ടുവന്ന് കൊല്ലേണ്ടി വന്നു. അത് എന്താ കാരണം? ഇങ്ങനെ വരേണ്ടുന്നതാ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദുഷ്ടതരം കാണിച്ചെങ്കിലല്ലേ ഭഗവാനും
ഇവനെ വധിക്കാൻ പറ്റൂ കംസനെ. അതിനു വേണ്ടിയിട്ട് ഇവൻ വളരെ വളരെ ദുഷ്ടതരങ്ങൾ ചെയ്യിക്കണം. അതിനുവേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് ഭഗവാന്റെ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നാരദ മഹാമുനി ഇടയ്ക്ക് ഈ നാരദ മഹാമുനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇതിന് ഇങ്ങനെ നടത്തിക്കാൻ വേണ്ടുന്ന ഒരാളല്ല. അയാൾ ദുഷ്ടതരമൊന്നും ചെയ്യുന്നതല്ല. ഇത് പറഞ്ഞെങ്കിലല്ലേ ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരാളാണ് നാരദ മഹാമുനി. അതിൽ ദോഷമൊന്നും ചെയ്യുന്നതല്ല. ഇതിങ്ങനെ വരേണ്ടുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ആ മൂത്ത കുഞ്ഞിനെ കൊടുത്തു വിട്ടെങ്കിലും തിരിച്ചു പിന്നെ അതിനുശേഷം കൊണ്ടുവന്ന് കൊല്ലുകയാണ് ചെയ്തത്. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 9. താവൽ ത്വന്മനസൈവ നാരദമുനി പ്രോചേസ ഭോജേശ്വരം യൂയം നന്വസുര സുരാച്ഛ യാദവോ ജാനസി കിം ന പ്രഭോ മായാവി സഹരിർഭവത് വധകൃതേ ഭാവി സുരപ്രാർത്ഥനാൽ ഇത്യാകർണ്യയതോ അദധൂനൽ അസൗ ശൗരേച്ച സൂനുൻ അഹൻ താവൽ ത്വന്മനസൈവ നാരദമുനി പ്രോചേസ ഭോജേശ്വരം യൂയം നന്വസുര സുരാച്ഛ യദവോ ജാനാസി കിം ന പ്രഭോ മായാവി സഹരിർഭവത് വധ കൃതേ ഭാവി സുരപ്രാർത്ഥനാൽ ഇത്യാകർണ്യയതൂൻ അദധൂനൽ അസൗ ശൗരേച്ച സൂനുൻ അഹൻ. അങ്ങനെ ആ കുഞ്ഞിനെ കൊടുത്തു വിട്ടിട്ട് തിരിച്ച് വീണ്ടും അതിനെ വധിച്ചു. അങ്ങനെ ഇരിക്കെ ആ ഇടയ്ക്ക് ഭഗവാന്റെ തന്നെ അന്തർഗതം അനുസരിച്ചാകാം ആ ദേവമുനിയെ, അതായത് നാരദ മഹർഷി ഒരിക്കൽ കംസമന്ദിരത്തിലെത്തി. കാരണം ഭഗവാന്റെ കൂടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ചെല്ലത്തില്ല, അങ്ങനെ പറയത്തുമില്ല. ചെന്ന് അയാളെ എന്ത് ചെയ്തു? കംസമന്ദിരത്തിൽ ചെന്ന് ഭോജരാജനായ ഈ കംസനോട് പറഞ്ഞു, ഭോജവംശത്തിന് അലങ്കാരമായ രാജൻ, അങ്ങേക്കറിയില്ലേ ഈ വസുദേവനും യാദവന്മാരും എല്ലാം സുരാംശജന്മാരാണ്. അതായത് വസുദേവരും ദേവന്മാരൊക്കെ ഈ യാദവ കുലത്തിലുള്ളവരെല്ലാവരും ആരാ? അവിടെ വന്നിരിക്കുന്നതെല്ലാം ദേവാംശമുള്ളവരാണ്. നിങ്ങളെല്ലാം അസുരാംശജരുമാണ്. അതായത് കംസൻ്റെ കൂട്ടരെല്ലാം അസുരന്മാരുമാണ്. അതുകൊണ്ട് പണ്ടേ ദേവ അസുരൻ ശത്രുക്കളുമാണ്. പണ്ടേ തന്നെ ദേവന്മാരും അസുരന്മാരും ശത്രുക്കളുമാണ്. അതായത് കംസനും കൂട്ടരും അസുരരും വസുദേവനും കൂട്ടരും ദേവകളുമാണ്. മായാവിയായ ആ വിഷ്ണു ദേവകളുടെ പ്രാർത്ഥന അനുസരിച്ച് അങ്ങയെ വധിക്കാൻ അവതരിക്കുന്നുണ്ട്. ദേവന്മാരുടെ പ്രാർത്ഥന അവിടെ ഭൂമിദേവിയും ദേവന്മാരൊക്കെ ചെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണല്ലോ ഭഗവാൻ അവതരിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. നാരദ മഹാമുനിക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ദേവകളെല്ലാം ചെന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചതനുസരിച്ച് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നുണ്ട്. ഇതറിഞ്ഞ കംസൻ അങ്ങനെയാണോ എന്നും പറഞ്ഞ് ഇയാൾ എന്ത് ചെയ്തു? ഇതറിഞ്ഞ കംസൻ യാദവന്മാരെല്ലാം ഇരിക്കപ്പുറതിയില്ലാതെ പീഡിപ്പിച്ചു, വിറപ്പിച്ചു. അപ്പം എന്താ, അങ്ങനെയാണോ സംഭവം? ദേവന്മാരെല്ലാം ചെന്ന് പറഞ്ഞ അപേക്ഷ പ്രകാരമാണോ കൃഷ്ണൻ ഇവിടെ അവതരിക്കാൻ വരുന്നത് എന്ന് കംസനൊരു ബുദ്ധി അങ്ങ് തുടങ്ങി, ഒരു ഭ്രമം. അങ്ങനെ എന്നാ കാണുമ്പോൾ യാദവന്മാരെല്ലാം ദേവ അംശജരാണെങ്കിൽ അവരെല്ലാം നശിപ്പിക്കണം എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു ഇവരെല്ലാം. യാദവന്മാരായ അവിടെയല്ലോ ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ജനങ്ങളെല്ലാം ദേവന്മാരായിട്ട് അവിടെ പിറക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സേവനാർത്ഥം നിങ്ങളെല്ലാവരും ദേവന്മാരെല്ലാം ചെന്ന് യാദവകുലത്തിൽ പിറക്കണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് വന്നവരെല്ലാം ദേവന്മാരാകുന്നെന്ന് കംസനെ ഇങ്ങനെ നാരദ മഹാമുനി പ്രേരിപ്പിച്ചു. ആ പ്രേരിപ്പിച്ചെങ്കിലല്ലേ ഇദ്ദേഹത്തിന് ഇവിടെ ശല്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റൂ. ഭഗവാൻ വന്ന് ഉടനെ ഒരു നിരപരാധിയെ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഈ കംസനെ കൊണ്ട് വിറപ്പിപ്പിച്ച് പീഡിപ്പിച്ച് അവിടെ എല്ലാ രീതിയിലും ഉപദ്രവം കാണിപ്പിച്ചു. അത് നാരദ മഹാമുനി പറഞ്ഞില്ലെങ്കിൽ അയാൾ അറിയത്തില്ല. അപ്പോൾ നാരദ മഹാമുനി ഇത് പറഞ്ഞതനുസരിച്ച് ഇയാൾ എല്ലാവരെയും ഇരിക്കപ്പുറതിയില്ലാതെ പീഡിപ്പിച്ച് വിറപ്പിച്ചു. കൂടാതെ എന്ത് ചെയ്തു? വസുദേവരുടെ ഓരോരോ കുട്ടികളെയും അങ്ങ് പ്രസവിക്കുന്നതെ കൊണ്ടു കൊടുക്കുക, അതിനൊക്കെ കൊല്ലുക, ഇതായിട്ട് അങ്ങനെ മാറി. നമുക്കിനി അങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കംസൻ. നമുക്ക് അടുത്ത ശ്ലോകം 10-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 10. പ്രാപ്തേ സപ്തമഗർഭദാം അഹിപതൗ ത്വൽപ്രേരണാൽ മായയാ നീതേ മാധവ രോഹിണീ ത്വമപി ഭോ സച്ചിൽ സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരേ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹി മേ.
പ്രാപ്തേ സപ്തമഗർഭധാമഹിപതൗ ത്വൽപ്രേരണാൽ മായയാ നീതേ മാധവാരോഹിണീം ത്വമപി ഭോ സച്ചിൽ സുഖൈകാത്മക ദേവക്യാ ജഠരം വിവേശിത വിഭോ സംസ്തൂയമാനസുരൈ സത്വം കൃഷ്ണ വിധൂയ രോഗപടലീം ഭക്തിം പരാം ദേഹിമേ. ഇവിടെ അനന്തരം അപ്പോൾ അതിനുശേഷം അതായത് പിന്നെ എല്ലാവരെയും യാദവന്മാരെയും എല്ലാവരെയും വിറപ്പിച്ച് പീഡിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവകീ ദേവിയുടെ 7ാം ഗർഭമായി എത്തിയ ആദിശേഷനായ അനന്തൻ, അതായത് 6 കുട്ടികളെ വരെ ഇദ്ദേഹം കൊന്നു. 7ാമത്തെ കുഞ്ഞ് എങ്ങനെയാ? അനന്തനാണ്. അതായത് ആദിശേഷൻ, ഭഗവാന്റെ മെത്തയായി കിടക്കുന്ന അനന്തനാണ് 7ാമത്തെ കുഞ്ഞായിട്ടിവിടെ അവതരിക്കുന്നത്. അതായത് ബലരാമൻ. ആ കുട്ടി ഗർഭമായി എത്തി ആരുടെ? ഈ ദേവകീദേവിയുടെ ഉള്ളിൽ. അപ്പോൾ അവിടുത്തെ പ്രേരണയാൽ, അതായത് യോഗമായയാൽ, ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് ഈ കുഞ്ഞ് ഉള്ളിൽ വന്നപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു? രോഹിണീ ദേവിയുടെ ഗർഭത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അതായത് ഭഗവാന്റെ യോഗമായ വൈഭവം കൊണ്ട്. കാരണം 7ാമത്തെ കുട്ടിയെ പ്രസവിച്ചാൽ കംസൻ കൊല്ലും. അതിനെ രഹസ്യമായി മാറ്റപ്പെട്ടെങ്കിലേ അത് ജനിച്ച് ഭൂമിയിൽ വേറെ തള്ള പ്രസവിക്കുമ്പോൾ അവിടെ ഇയാൾ അറിയത്തില്ലല്ലോ, കൊല്ലത്തില്ലല്ലോ. അപ്പം 8ാമത്തെ പുത്രൻ ജനിക്കുമ്പോൾ 7ാമത്തെ പുത്രനാണെന്ന് വിചാരിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് എന്ത് വന്നു? അവിടുത്തെ അത് മാത്രമല്ല, അത് അലസിപ്പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രേരണയാൽ, അത് ഭഗവാന്റെ പ്രേരണയാൽ, യോഗമായയാൽ രോഹിണീ ദേവിയുടെ ഗർഭത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ദേവകിയുടെ ഈ 7ാം ഗർഭം അലസിയതായി എല്ലാവരും മനസ്സിലാക്കി. അപ്പോൾ അലസിപ്പോകുമ്പോൾ 8ാമത്തെ പുത്രൻ ആയിട്ട് പിന്നെ വരുമല്ലോ. അപ്പോൾ 7ാമത്തെ കുട്ടി അലസിപ്പോണ്ട് പിന്നെ കൊല്ലേണ്ടതായി വരത്തില്ലല്ലോ. അപ്പോൾ അത് 7 തന്നെ എണ്ണാമല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞിനെ രഹസ്യമായി ഭഗവാന്റെ യോഗമായ ശക്തി കൊണ്ട് അത് രോഹിണിയിലേക്ക് മാറ്റി. അപ്പോൾ 7 അതിനെ കൊല്ലാൻ പറ്റത്തില്ലേ? ഉടനെ തന്നെ നെന്തിനുവടിയായ ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ ദേവകളുടെ പ്രാർത്ഥന അനുസരിച്ച് പ്രവേശിപ്പിച്ചു. കാരണം ഭഗവാനോടെ ദേവകിയുടെ ഗർഭത്തിൽ 8ാമത്തെ പുത്രനായിട്ട് വരുന്നു. അപ്പോൾ അതായത് ദേവകി 8ാമതും ഗർഭം ധരിച്ചു. അപ്പോൾ 7ാമത്തെ കുട്ടി എങ്ങനെ പോയി? അലസിപ്പോയെന്ന് എല്ലാവരും ധരിക്കുന്നു. ജനങ്ങളെല്ലാം അങ്ങനെ ധരിച്ചു. കംസനും അങ്ങനെ ധരിപ്പിച്ചു. പക്ഷെ അവിടെ എന്തായി മാറി? രോഹിണിയുടെ ഉള്ളിലേക്ക് യോഗമായ ശക്തിയായി പ്രവേശിപ്പിച്ചു. അപ്പോൾ ആ കുട്ടി മരിച്ചില്ല. അതാണ് അനന്തൻ ബലരാമൻ. അപ്പോൾ 8ാമത് വീണ്ടും ഉടനെ തന്നെ ദേവകിയുടെ ഉള്ളിൽ ഭഗവാൻ 8ാമത്തെ പുത്രനായി വന്നു. ആ ഗർഭത്തിൽ വസിച്ചത് സാക്ഷാൽ വിഷ്ണു ഭഗവാൻ നാരായണൻ തന്നെയായിരുന്നു. ദേവഹിതാർത്ഥം, അതായത് ദേവന്മാരുടെ ആഗ്രഹപ്രകാരം കംസ നിഗ്രഹത്തിനായി ഭഗവാൻ ഇങ്ങനെ ദേവയുടെ ഉള്ളിൽ വന്നു. അങ്ങനെയുള്ള ഭഗവാനി ആര് പറയുന്നു? ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ള ഭഗവാനി അവിടുന്ന് എൻ്റെ സകലവിധ രോഗങ്ങളെയും നീക്കി എനിക്ക് പരാഭക്തി, ഭയങ്കരമായ ഭക്തി വർദ്ധിപ്പിച്ചു ഭഗവാന്റെ ഉത്കൃഷ്ടമായ അത്രമാത്രമുള്ള ഭക്തിയെ പ്രദാനം ചെയ്യുമാറാകണമേ. നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായ ഭക്തി വരണം. അങ്ങനെ വന്നെങ്കിലേ നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ അത്രമാത്രം ഭയങ്കരമായ രോഗമോ ആപത്തുകളോ എന്തുണ്ടെങ്കിലും മാറ്റാൻ ആ ഭക്തിയിലാണ്. നമ്മൾ തന്നെയാണ് വരുത്തേണ്ടുന്നത്. നമുക്ക് എത്രത്തോളം ഭക്തി വർദ്ധിക്കും അതനുസരിച്ചാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഭഗവാൻ നമ്മളോട് കാണിച്ചിരുന്നത്. അത് നമുക്ക് തന്നെ പ്രയത്നിച്ചേ ഭക്തി ഉണ്ടാവും. ഈശ്വരനോടുള്ള ഭക്തി വർദ്ധിക്കും തോറും നമ്മുടെ എന്ത് വേണമെന്നുണ്ടായാലും അത് ഭഗവാൻ തന്നെ സാധിച്ചു തരും. അങ്ങനെയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ള ഭഗവാനീ എൻ്റെ രോഗങ്ങളെല്ലാം, സകലവിധ രോഗങ്ങളും നീക്കി എനിക്ക് അങ്ങേയറ്റത്തെ ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ, ഉത്കൃഷ്ടമായ ഭക്തി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മളും ഓരോരുത്തരും അങ്ങനെ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.